എന്തിനാ ഇത് ഇതുപോലൊരു പ്രോസസ്? അതാണ് ഞാൻ ആലോചിക്കണത്. ഹലോ ബ്രോ. ഓ പറ. എന്തിനാ ബ്രോ ഇത്ര ഡിലേ? കുറച്ച് മുമ്പ് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. എങ്ങനെ അപ്പൊ നിങ്ങൾ ഒന്നാണ് കൊണച്ചത്. അത് തിരിച്ചാണ് കേട്ടോ നമ്മളെ. ഞാൻ ഒരു കേസ് വെച്ചിട്ടെ ചോദിക്കാം ബ്രോ. ഒരു 3 ദിവസമായിട്ട് നിങ്ങള് നമ്മള് വേറെ ഒരാളുടെ സിറ്റുവേഷൻ നിങ്ങളാണ് ഇന്നത്തെ സിറ്റുവേഷൻ എനിക്ക് അതിൽ പറയേണ്ടി പറ. ബ്രോ നമ്മള് പറഞ്ഞില്ല അവിടുന്ന് നമ്മള് പറഞ്ഞു അത് അവിടുന്ന് എഴുതണം ബാക്കി ബ്രോ പറയട്ടെ. ഹലോ വിക്കാണ്ട് പറഞ്ഞു. ബ്രോ സംഭവിച്ചാൽ നമ്മൾ ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാണ്. കാരണം നമുക്ക് പ്ലേയേഴ്സ് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇല്ല ബ്രോ നമുക്ക് ഇന്നില്ല. നമുക്ക് നാളെ നിങ്ങക്ക് വാറ കളിക്കാൻ താല്പര്യം നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പൊ വാറ കളിക്കാൻ നമ്മൾ എത്ര പേരെ അടിച്ചെന്ന് നമുക്ക് കൗണ്ട് നമ്മൾ പറയണം. നമ്മൾ എത്ര പേരെ അടിച്ചെന്ന് നമുക്ക് അങ്ങനെ പറ. ഇറങ്ങിയെന്ന് പറ. ആളില്ലാന്നല്ല, ഇറങ്ങിന്ന് പറ. ആളില്ലാന്നല്ല ബ്രോ. സിറ്റുവേഷൻ കഴിഞ്ഞ അടി കഴിഞ്ഞ് ഇറങ്ങിന്ന് പറ ബ്രോ. നിങ്ങക്ക് നാളെ ബ്രോ പിടിച്ചത് അണ്ണ ഒരു മിനിറ്റ് അണ്ണ നീ ഒന്ന് പറഞ്ഞു സിറ്റുവേഷൻ എങ്ങനെയാ തുടങ്ങിയെന്ന് ബ്രോ ഒന്ന് പറഞ്ഞു. ഞാൻ ഒരു കേസ് പറയട്ടെ. നീ തുടങ്ങിയത് എങ്ങനെയാന്ന് തുടക്കം ഞാൻ പറയാം ബ്രോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ നമ്മുടെ ഗ്യാങ്ങോസിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചു എന്റെ അടുത്ത്. അതാണ് ഞാൻ ചോദിച്ചു. എന്നിട്ടാണ് നമ്മള് മറ്റേ മുതുക്കി വന്നിട്ട് നീയല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞ പിന്നെ ബാക്കി പറഞ്ഞാൽ നിനക്ക് എന്ത് പാട്? ഇനി അങ്ങോട്ട് കേക്ക്. കൊണയായത് മുതുക്കി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചൊക്കെ നിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായത് മുതുക്കില് നിന്നിട്ട് എന്തോ സംസാരിച്ചപ്പോ അപ്പുറത്തൊരു ബോട്ട് ഇപ്പൊ ഉണ്ടായിരുന്നു ലോക്കറിന്റെ ഇല്ലേ? ആ ടൈമിൽ എന്തോ മനസ്സിലാവുന്നില്ല. അത് കൊണച്ചത് അല്ലെന്ന് നിങ്ങൾ പറയരുത്. പറയട്ടെ. നമ്മുടെ ഗ്യാങ്ങോസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് മറ്റേ വാർ ജയിക്കോ തോക്കോ നീയൊക്കെ അങ്ങ് ഇതാവണമെന്ന് അത്രയ്ക്ക് കോൺഫിഡന്റ് ഉണ്ടാവും. നമ്മുടെ അടുത്ത് ഒരുമാതിരി മറ്റേ കൊണച്ച് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുതുക്കിലെ സിറ്റുവേഷൻ വരണം. നമുക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾ നമ്മളുടെ സിറ്റുവേഷൻ എടുക്കാൻ നിൽക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ചോദിച്ചു ഫ്രണ്ടിൽ വന്നിട്ട് ചോദിച്ചിട്ടില്ലല്ലോ ബ്രോ. ബ്രോ ചോദിച്ചിട്ടുണ്ടോ? ബ്രോ ചോദിച്ചിട്ടുണ്ടോ? ബ്രോക്ക് ആള് മാറിയതായിരിക്കും. നമ്മുടെ ആളാണ് കണ്ടാർന്നു ബ്രോ. ഒരു കാര്യം ചോദിച്ചോട്ടെ ട്രിഗറെ. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഈ സിറ്റുവേഷൻ ആയി കഴിഞ്ഞു കൊണയായി ഞാൻ അറിഞ്ഞപ്പോ ഞാൻ മറ്റേ ഇവിടെ ചെന്ന് ചോദിച്ചായിരുന്നു. DMന്റെ അവിടെ ചെന്നിട്ട് സംസാരിച്ചു. ഒരു ക്രേസി ഗോപാലിന്റെ അടുത്ത് സംസാരിച്ചപ്പോ പയ്യൻ പറഞ്ഞ സിറ്റുവേഷൻ എന്താണെന്നോ ഇത് തന്നെയാണ് പറഞ്ഞ. മുതുക്കിന്റെ അവിടെ വെച്ച് സംസാരമായി. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു എടാ ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോ കുഴപ്പമില്ല. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിച്ചു. രണ്ടുപേരും പറഞ്ഞില്ല. അതെന്തോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാറി നിന്നപ്പോ നമ്മുടെ ഒരു പയ്യന്റെ അടുത്ത് ബോട്ടിന്റെ അടുത്ത് നിൽക്കുവായിരുന്നു. അപ്പൊ അവന് മനസ്സിലായില്ലെന്ന് കണ്ടിട്ട്. അതെന്താ മനസ്സിലാവാത്ത? അവിടുന്ന് ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. സംസാരം നമ്മളങ്ങോട്ട് സംസാരമായത് മീൻസ്
നമ്മൾ അങ്ങോട്ട് സംസാരിച്ചത് നിങ്ങളുടെ അടുത്ത് മറ്റേ കൊണച്ചരി സംസാരിച്ച മുതുക്കി വെച്ചായിരിക്കും. പക്ഷെ നിങ്ങൾ കൊണച്ചത് നമ്മളടുത്ത് ഗ്യാങ് ഹൗസ് വെച്ചു. നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാ പിന്നെ ബ്ലോക്ക് തൊള്ളേ നാക്കൊന്നും ഇല്ലായിരുന്നു വിളിച്ചു ചോദിക്കാൻ ഇങ്ങനെ നടന്നു. ഞാൻ പറയട്ടെ, നമ്മൾ ആ ടൈമിൽ ആളില്ല, വിളിച്ചു ചോദിക്കാൻ ഈ കേട്ട നിനക്ക് പറ്റൂലായിരുന്നോ? ഒരു മിനിറ്റ് ബ്രോ, ഇപ്പൊ ബ്രോക്ക് കണക്ട് ഇട്ടിട്ട് ബ്രോ നമ്മളെ ഗ്യാങ് ഹൗസിൽ നിങ്ങളെ വണ്ടി ഒരാൾക്ക് എന്താ ചോദിക്കാൻ വായൊന്നും ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ മുതുക്കി കണ്ടല്ലേ, മുതുക്കി വെച്ച് കൊടുക്കണ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, അവിടെ വെച്ച് ചോദിച്ചാ നിങ്ങൾ? അവിടെ ഇതൊന്നും ചോദിച്ചില്ലല്ലോ, അവിടെ വേറെ ആയിരുന്നല്ലോ സംസാരം മൊത്തം. ഞാൻ ആ ടൈമിൽ ഇല്ലായിരുന്നു, മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും കഴിഞ്ഞ് പിടിച്ചടിക്കുകയും ചെയ്ത് അപ്പൊ ബ്രോ പറയുന്നത് അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാ പിന്നെ ഇപ്പൊ ബ്രോ പറയുന്നത് അടിയായ സിറ്റുവേഷനെ പറ്റി അല്ലല്ലോ. അടിയായത് ഇതിന്റെ പേരിലോ അല്ലല്ലോ, ബ്രോ പറഞ്ഞതിന്റെ പേരിലോ ബ്രോ പറഞ്ഞ സിറ്റുവേഷനോ അല്ലല്ലോ. പറഞ്ഞു വന്നത് അടിയായതിന്റെ കേസല്ല ബ്രോ. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് സിറ്റുവേഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു, മനസ്സിലായോ? ഇന്നപ്പ ആരാ കൊണച്ചേന്നാണ് നമ്മൾ ചോദിച്ചത്. നിനക്ക് ശരിയാക്കാവോ? ഇന്ന് കൊണച്ചാരാ? ഇന്ന് നിങ്ങൾ ഇല്ലെന്നല്ല, കൊണച്ച് തുടങ്ങിയ ആരാടാ കൊണച്ചതിനാ? പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കാം. നീ തന്നെ കുറച്ചു മുമ്പേ പറഞ്ഞു അവന്മാർക്ക് അത് അറിഞ്ഞൂടെ, എനിക്ക് മാത്രമേ അറിയാവുള്ളൂ മുതുക്കില്ലെന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞു മുതുക്കിലെ കേസല്ല ബ്രോ, മുതുക്കിലെ കേസ് ബ്രോ. നേരെ അപ്പൊ മുതുക്കിലെ എന്ത് കേസല്ല, കേസാണ്? ഒരു മിനിറ്റ്, ബ്രോ മാത്രമോ ഗ്യാങ് ഹൗസിന്റെ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മുതുക്കിൽ വെച്ചിട്ട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ റീസൺ അറിഞ്ഞൂടെന്നാണ് ബ്രോ ഇപ്പൊ കുറച്ചു മുമ്പ് എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞത്. മറ്റേ ഷാജിയോ ആരോ ആ പുള്ളി വന്ന് സംസാരിച്ചത് ബ്രോ അറിഞ്ഞില്ല. എന്തിനാ ചൊറിഞ്ഞെന്നാ ചോദിക്കണം. ആ പുള്ളി എന്തിനാ ചൊറിഞ്ഞെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ പുള്ളി എന്തിനാണ് വന്നിട്ട് ഇങ്ങോട്ട് വന്ന്? അല്ല ബ്രോ ഇപ്പൊ അടിക്കാനുണ്ടായിരുന്നോ? ബ്രോ ഇപ്പത്തെ അടിയിലുണ്ടോ? അല്ലല്ല ബ്രോ ഇപ്പത്തെ അടിക്കണ്ടായിരുന്നോ? ബ്രോ അതൊന്ന് പറഞ്ഞു. ഇപ്പത്തെ അടിക്കണ്ടായിരുന്നു നാളെ നിങ്ങൾക്ക് അടിക്കാൻ ഇൻട്രസ്റ്റ് കാണോ? ബ്രോ അടിക്കാൻ ഇന്നുണ്ടായിരുന്നോ? നീ എന്താണോ പറയണേ ബ്രോ? നിന്റെ സൗകര്യത്തിന് ഞാൻ വരാം. നീ വെയിറ്റ്, നീ ചോദിച്ചതിന് മറുപടി. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. നമ്മളെ കൂട്ടത്തിലുള്ളതിന്റെ അടുത്ത് നിങ്ങളെ കയറി ചൊറയണ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കയറി വന്നത്, മനസ്സിലാ? നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവരെ അടിച്ച് അവിടെ ഇട്ടിട്ട് നിനക്കൊക്കെ ഇന്ന് അടിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ നാളെ നിന്റെയൊക്കെ സൗകര്യത്തിന് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ വന്ന് പറയുമ്പോ നമ്മളതങ്ങ് കേക്കണോ? നീ വന്ന് പറയുമ്പോ നമ്മളതങ്ങ് കേക്കണോ? ബ്രോ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പറയാം. നീയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഫുള്ളും പറയട്ടെ ബ്രോ, ഫുള്ളും ഞാൻ കാര്യം പറയട്ടെ. ബ്രോ പറ, നമ്മുടെ സൈഡിൽ നിന്ന് പറയാണ്. നമ്മുടെ സൈഡ് പ്ലേയേഴ്സ് ഇല്ല. നിങ്ങളുടെ കോമൺ വണ്ടിയാണോ? കോമൺ വണ്ടിയാണോ ഗ്യാങ് വണ്ടിയാണോ? നമ്മുടെ കോമൺ വണ്ടി. അതങ്ങനെ പറഞ്ഞ തിരിച്ച് കാര്യം പേടിച്ച് തൂറിട്ട് ഓടുവാണെന്ന് നിങ്ങൾ പറഞ്ഞാ പോരെ? എടാ അതിന്റെ ആ താഴെ കിടക്കുന്ന സാധനത്തിന് ഉറപ്പാണ്, മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ ഇതും കൊണ്ടൊക്കെ തന്നെയാണ് വന്നത്, മനസ്സിലായോ? ആ കിടക്കുന്ന അതിന് ഉറപ്പ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഉണ്ടല്ലോ നീ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് നീ പറ, നീ ഡൗണായി കിടന്ന ഗ്യാങ്ങല്ലേ നമ്മള് പറഞ്ഞ കേട്ടിട്ട് നീ പറ. അറ്റ്ലീസ്റ്റ് അടിക്കുമ്പോ അടി ഡൗൺ ആയാലും ഇല്ലെങ്കിലും ഉള്ള വണ്ടികൾ അടിക്കാൻ വരാനുള്ളത്. ആളില്ല കോപ്പില്ല എന്നൊക്കെ പറഞ്ഞ നമ്മളെ ഇന്നലെ ഇത് കേൾക്കാൻ തുടങ്ങി, മനസ്സിലായോ? മനസ്സിലായോ? നീ ആളില്ല കോപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ കാര്യം. അടിക്കാൻ വരണമെന്നല്ല, അറ്റ്ലീസ്റ്റ് അവർ പറയും. അല്ലേ ഇങ്ങനെ വിളിച്ച് പറയും ബ്രോ. അല്ലേ ബ്രോ സാധാരണ ഗ്യാങ് പറയണ എങ്ങനെയാന്ന് അറിയാം ബ്രോ? ഗ്യാങ് വിളിച്ചിട്ട് നിനക്ക് കേക്കാവോ? സാധാരണ ഉൾപ്പുള്ളവന്മാരല്ലെങ്കിൽ അത് തന്നെ ഞാൻ കാര്യം പറയട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വിളിച്ചിട്ട് നമ്മളോട് പറയണായിരുന്നു ബ്രോ നമുക്കില്ല കസ്റ്റം വണ്ടി ഇല്ല, ഫ്ലഫി ഹലോ. അല്ല ഇത് പറയുന്ന അല്ല അവന്മാര് ഡ്രോപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിലേ വാർച്ചാച്ചി സോറി ഇട്ടിട്ട് പോകാൻ പറ. വീഡിയോ ആയതുകൊണ്ട് അടിക്കുന്നില്ല. അണ്ണ വാർച്ചാച്ചി ഡ്രോപ്പ് ചെയ്യണ സോറി ഇട്ടിട്ട് പോകാൻ പറ. പേടി ആയതുകൊണ്ട് അടിക്കുന്നില്ല എന്ന് പറഞ്ഞ സോറി ഇട്ട് എന്തെങ്കിലും റീസൺ വേണ്ടേ നമുക്ക്? സൗകര്യമൊന്നുമല്ല. നീ ഇവിടെ നീ സോറി ഇട്ടിട്ട് എടാ അന്ന് നമുക്കൊന്ന് അടിക്കാനുള്ള ഉറപ്പുണ്ടായിരുന്നു. നമ്മൾക്ക് ഇന്ന് അതില്ല, മനസ്സിലായില്ല, അണ്ടിയില്ല.
അല്ല വണ്ടിയുടെ വിഷയമാണ് കാര്യം ചോദിക്കുന്നത്. അല്ലല്ല വണ്ടിയുടെ വിഷയമല്ല ബ്രോ, നമ്മുടെ വണ്ടിയുടെ വിഷയമല്ല ബ്രോ, വണ്ടിയുടെ അല്ല വിഷയം. വണ്ടിയുടെ വിഷയമാണ്, നമുക്ക് വണ്ടി മാറ്റി കളിക്കാം. ഞാൻ അതാണ് ചോദിക്കുന്നത്. നിങ്ങള് വണ്ടി മാറ്റാൻ നമ്മള് കളിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആ കുഴപ്പമില്ല. ഞങ്ങള് വേണമെങ്കിൽ സാധാ വണ്ടി ഇല്ല ബ്രോ, നമ്മുടെ കളിക്കാം. ഇല്ല നമ്മുടെ പ്ലേയേഴ്സ് ഇല്ല, അതാണ് മനസ്സിലാക്കി. പ്ലേയേഴ്സ് ഇല്ലാത്തതാണ് വണ്ടിയുടെ വിഷയമല്ല, വണ്ടിയുടെ വിഷയമല്ല. നമ്മളെന്തായാലും നാളെ എടുക്കാൻ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലായി. എനിക്ക് ഇവിടെ കാണാം എത്ര പേര് നിങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ബ്രോ ഒന്ന് നോക്കി ബ്രോ, നമ്മളെല്ലാരും ഇറങ്ങി ബ്രോ. സോറി ഇട്ടിട്ട് ഇറങ്ങിക്കോ ബ്രോ, സോറി ഇട്ടിട്ട് ഇറങ്ങിക്കോ. അല്ല ബ്രോ സോറി. പിന്നെ നമുക്ക് നീ ഡ്രോപ്പ് റീസൺ വേണ്ടേ? നിനക്ക് തോന്നുമ്പോ നീ അങ്ങ് പോണോ? എടാ ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ, നിനക്കെന്നാ ആദ്യം പറയാൻ പാടില്ലായിരുന്നു ബ്രോ നമുക്ക് ഇന്ന റീസൺ ആണ് നാളെ വാറടിക്കാന്ന്. ബ്രോ പറയണ എനിക്ക് കേട്ടുവിടെന്ന് ബ്രോ, ഒറ്റ കുറച്ച് സംസാരിക്കും. എടാ കുട്ടാ, നിനക്കെന്നാ ആദ്യം വന്നപ്പോ പറയാൻ പാടില്ലായിരുന്നു ഇന്ന റീസൺ കൊണ്ട് നമുക്കിന്ന് ബ്രോ ഞാൻ റീസൺ പറഞ്ഞു ബ്രോ. എന്ത് ആളില്ല എന്നുള്ള റീസൺ നീ പറയില്ലേ? അത് വിശ്വസിക്കണ്ടേ? ഇത്രയും പേര് അടിച്ചിട്ട് നമുക്കറിയാൻ പാടില്ല നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു. നീ കാര്യം പറ ബ്രോ. ഞാൻ പറയുവാ, വാറ് കളിക്കാൻ നമ്മുടെ കയ്യില് പ്ലേയേഴ്സ് ഇല്ല, മനസ്സിലായി? പിന്നെ ബാക്കി ഇത്ര അടിക്കാൻ വന്ന ഞാൻ ചോദിക്കട്ടെ, ബോട്ടാണ് വന്ന് അടിച്ചിട്ട് പോയത്? ആ വന്ന 20 പേരും ബോട്ടുകളാണോ? എന്നാ നീ അങ്ങനെ പറ. അങ്ങനെ പറഞ്ഞാലും മതി. അത് ബോട്ടാണ്, നമ്മുടെ പ്ലേയേഴ്സ് വന്നിട്ടില്ല. വിളിച്ചോണ്ടാണോ വന്നേ നീ? ബ്രോ ഇത് മനസ്സിലായി. ഇനി ബ്രോക്ക് ഇങ്ങനെ നീ കാര്യം തെളിച്ച് പറഞ്ഞ എന്നാ പിന്നെ എനിക്ക് പറഞ്ഞാ പോലെ എനിക്കൊന്ന് വലിയ അടിക്കാൻ വേണ്ടിയില്ല. നാളെ വന്നാൽ ഞാൻ പിന്നെ നിന്നോട് എന്ത് തെലുങ്ക സംസാരിക്കുന്നത്? മനസ്സിലായോ? നീ പ്ലേയേഴ്സ് ഇല്ല എന്ന് പറയല്ലേ? എന്താ ഇത് മാത്രം നിന്റെ വായിന്ന് വരുത്തുള്ള? വന്ന 20 പേരാരാ പറഞ്ഞു? അതാരാ വന്ന 20 പേരാരാ? നീ പറ, നീ തന്നെ പറയണം. എടാ നീ വന്ന് 20 ഒരു ഗ്യാങ്ങിൽ 35 പേരല്ലേ? വന്ന് 20 പേര് നിങ്ങളെ വാറ് കളിക്കണം ആരുമില്ലേ? ആദ്യം അല്ലാതെ ഇനിഷ്യല് കളിക്കാനല്ലേ ബ്രോ ഇപ്പൊ വന്നത്, മനസ്സിലായി? വാറ് കളിക്കാൻ പ്ലേയേഴ്സ് ഇല്ല, അപ്പൊ കുഴപ്പമില്ല. ബൊമ്മകളല്ലേ വന്നത്. നീ പൊക്കോ. നീ നിന്റെ അടുത്ത് പിന്നെ പറഞ്ഞോണ്ടിരിക്കാനൊന്നും വയ്യ. നീ സോറി ഇട്ടിട്ട് വെക്കോ. സോറി ഇടാൻ താല്പര്യമില്ല ബ്രോ, സോറി ഇടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് പിന്നെ നീ ഡ്രോപ്പ് ചെയ്യാൻ നമുക്ക് റീസൺ വേണ്ട. അടി കൂടെ പോയ വലിയെല്ലാം പിടിച്ച് കൂട്ടി കയറ്റവും വേണം. നിങ്ങൾക്ക് കളയാനും പറ്റത്തില്ല. എന്താ ബ്രോ? അല്ല അവനൊക്കെ ഗ്യാങ് ചൊരക്കാനാണോ വെച്ചേക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ കാണാൻ വേണ്ടി വെച്ചേക്കുന്നത്? അതെങ്ങനെ ഈ 2-0 കണക്കൊന്ന് നീ പറഞ്ഞു? നീ ഒന്ന് പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞോടാ? നീ പറഞ്ഞ കാര്യമാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നീ പറഞ്ഞു 2-0 കണക്കൊന്ന് പറഞ്ഞു. അല്ല കണക്ക് പറ, കറക്റ്റ് പറ. നീ എന്തോടാ ഇവിടെ കിടന്ന് നിൽക്കുന്നേ? നിനക്കെന്തോ വയ്യേ? ഹലോ എടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിന്റെ പേരെന്താ? ഹലോ കേക്കുന്നുണ്ടല്ലോ? കളിക്കാൻ താല്പര്യമില്ലല്ലോ. എടാ നിന്റെ പേരെന്താ? അല്ല ബ്രോക്ക് നാളെ എടാ നിന്റെ പേരെന്താന്നാ ചോദിക്കുന്നത്? നീ ഇത് തന്നെ റോബോട്ട് അല്ലാണോ പോയിഞ്ഞോണ്ടിരിക്കുന്നത്? നിന്റെ പേരെന്താന്ന്? എടാ ഞാൻ നിന്റെ പറഞ്ഞ നീ കേട്ടില്ലേ? ഹലോ കത്ത് ക്ഷണക്കത്തൊക്കെ അയക്കാം. എടാ PRX പോണ പേരെന്താ നിന്റെ? ട്രിഗർ. അല്ല ഈ ഗ്യാങ്ങിൽ അത്രയും ബോട്ടന്മാരാണോ നീയൊക്കെ വെച്ചേക്കുന്നത്? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. വോട്ട് തന്നെയാണോ ഇപ്പൊ അടിച്ചത്? അതിന് മറുപടി പറ. അത് മുതുക്കിയത് ബംഗാളിനെ വാടക എടുത്തിട്ട് വന്നതാ. അതിന്റെ കേസ് പറ. സസ്പെൻഷനാ? എന്താണ് മാസാക്കാൻ വേണ്ടി 10 വണ്ടി കൊണ്ട് വന്നല്ലേ ടീമിന്റെ അങ്ങോട്ട്? എന്റെ വണ്ടി എന്ത്? നീ 23 കാജ് കണ്ടപ്പോഴാ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നീ നോക്കിയപ്പോഴാണ് ഇത് കണ്ടപ്പോഴാ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നീ നോക്കിയപ്പോഴാണ് 23 പേര്. ഞാൻ നിനക്ക് 23 പേരല്ല. നിഞ്ചാണൊക്കെ ഇങ്ങനെ ആളില്ലാന്ന് പറഞ്ഞ നമ്മളൊന്ന് കരഞ്ഞു മെഴുകിയിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കാം നിനക്ക് എന്തോ ഒരു ഉറപ്പുണ്ടെന്ന്. മനസ്സിലായോ? ഇനി മേലെ നിന്നെ ചുറ്റി കൊണക്കുന്നാണ്ട് അടിച്ചു ഞാൻ തിരിക്കും കേട്ടല്ലേ? ഉണ്ട് സൗണ്ട് കുറച്ച്. ഞാൻ അഡ്മിൻ സംസാരിക്കുന്ന
അവര് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അവന്മാരെന്തായാലും ഇവിടെ നിന്ന് പോവാ, നമ്മളെ മുമ്പിലല്ലേ പോകത്തുള്ളൂ. അല്ല ഇത് അണ്ണാ അന്ന് നമുക്ക് കോമൺ വണ്ടി ആയിട്ട് നമുക്കൊരു പ്രശ്നമില്ല, മനസ്സിലായോ? നമുക്കിവിടെ ആളില്ലെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി ആളില്ലെന്ന് പറഞ്ഞാലും കോമൺ വണ്ടിയാലും നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. നമ്മള് എല്ലാ സിറ്റുവേഷനും നമ്മുടെ മറ്റേ വണ്ടി വെച്ച് കളിച്ചിട്ട് ആദ്യമായിട്ടാണ് ആ കളി കോമ വണ്ടി കളിക്കുന്നത്. എന്നിട്ട് നമ്മൾ വണ്ടി പറഞ്ഞില്ല അവന്മാരോട്. അത് അങ്ങനെ പറയാം. പ്ലാച്ച് വിട്ടാലേ ഈ വന്ന വണ്ടീനെ ഉറപ്പില്ലാത്തമാരൊക്കെ ആയിട്ട് ഇവരെയൊക്കെ പ്ലാച്ച് വിട്ടാലേ പോയി. ഇവന്മാർക്ക് ഉറപ്പില്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ വെച്ച് അടിക്കാനില്ല അല്ല അണ്ണ അവൻ ഡയറക്റ്റ് എന്നിട്ട് പറയാം, അണ്ണ ഇപ്പൊ നമുക്ക് ഇന്ന് വണ്ടിയില്ല അല്ലെങ്കിൽ ഇന്ന് ഇന്ന റീസൺ ആണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. നമ്മള് പറഞ്ഞു നാളെ അടിക്കാന്ന് പറഞ്ഞേനെ, ഒരു പ്രശ്നമില്ല പറഞ്ഞേനെ. അവര് ആളില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. 20 പേര് മറ്റേ ഈ അടിക്ക് വന്നിട്ട് ആളില്ലാന്ന് പറഞ്ഞാൽ നമ്മളെ അല്ല ഞാൻ പറയട്ടെ, ഇല്ല പ്രീവാർ നടന്നിട്ടില്ല. ഇനീഷ്യലിൽ 20 പേര് കയറാമെങ്കിലാണ് അവന്മാർക്ക് വാർ അടിക്കാൻ 15 പേരില്ലാത്തത്. പിന്നെ ബൊമ്മകളാ 20 പേര്. ജോഷുവാ നമ്മള് ചന്ത വിളിക്കായിട്ട് നമ്മളെന്തോ റഫി നമുക്കൊന്ന് കോമൺ ആയിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞതില്ല. നമ്മൾ കോമൺ ആയിട്ട് കളിച്ച അമ്മാരുടെ വണ്ടി കൊണ്ടാണ് നമുക്ക് വണ്ടിന്ന് മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അല്ല കാരണം അവൻ പറഞ്ഞു പോയി ഫ്ലഫി ആദ്യമേ പ്ലേയേഴ്സ് ഇല്ലെന്ന്, പിന്നെ അവന് മാറ്റി പറയാൻ പറ്റത്തില്ല വണ്ടിയുടെ കേസ്. ആറുമല്ലോ ആ തോക്കൂന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ അടുത്തും ചെയ്തിട്ടില്ല. അല്ലല്ല അതെല്ലാം വിടുന്നിട്ട് 2-0 കഴിഞ്ഞ വട്ടം തോറ്റത് വണ്ടിയുടെ പിഴപ്പേട് കാരണമാണ്, മനസ്സിലായോ? എന്നിട്ട് നമ്മളതും പറഞ്ഞു നടക്കുന്നില്ല വണ്ടിയുടെ ഇതാണ്, നമ്മൾ ചോദിക്കാനും പോയില്ല അന്ന്. എന്നിട്ട് കഴിഞ്ഞ വട്ടം നമ്മൾ തോറ്റന്റെ വണ്ടിയുടെ ബേസിലാണ് തോറ്റെന്ന് പറഞ്ഞും നടന്നില്ല, മനസ്സിലായോ? എന്നിട്ട് എന്തൊരു കണ്ടിയല്ലേ ഇവന്മാര്. കഴിഞ്ഞ വട്ടം നമുക്കിങ്ങനെ ഇറങ്ങി പോയായിരുന്നല്ലേ. നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇങ്ങനത്തെ ഉള്ളവന്മാരെ എടുത്ത് നമ്മൾ തിരിച്ച് ഇങ്ങനെയൊക്കെ തന്നെ കാണിക്കണം, മനസ്സിലായോ? കാരണം സംഭവം എന്താ പറയുമോ, ഈ വണ്ടി കളിക്കാൻ അവർക്ക് പേടി, അത് തന്നെ സംഭവം. അത് പറഞ്ഞു വാർഷാച്ച് പേടിയാണെന്ന് കിട്ടിട്ട് പോകാൻ പറഞ്ഞപ്പോ അതും വയ്യ. നമ്മളാണോ കഴിഞ്ഞോട്ട് കളിച്ചത് ഓർമ്മയില്ലേ? സ്പീഡോ തീർപ്പിച്ച് വണ്ടി തോട്ടിലും കളഞ്ഞ്, മനസ്സിലായോ? നമ്മള് കളിച്ചത് കഴിഞ്ഞ വട്ടം കോമൺ വെച്ച് എത്ര പേരെ കൂടെ കളിച്ചിരിക്കുന്ന അതിന് എത്ര ഗ്യാങ്ങിലൂടെ അന്ന് നമുക്ക് ഇത് കണക്കത്തെ കുഴപ്പം നോക്കില്ലേ. ആ ഒരു സീന് നമുക്കുണ്ടായിരുന്നില്ല. മറ്റേ ഒരുമാതിരി വൃത്തിയായിട്ട് ഈഗോടാ, മനസ്സിലായോ? നമ്മള് ഡയോസിനോട് ജയിച്ച് 2 തവണ നമ്മള് ഡയോസിനെ അടിച്ചപ്പോ നമ്മള് കിടിലായി. അതാണ് ആ സംഭവം, അതാണ് മനസ്സിലായോ? കിടിലാണെന്ന് കാണിക്കണ്ടേ, മനസ്സിലായോ? ഇത്രയും ഗ്യാങ്ങൾ അടിച്ച് കിടിലാണെന്ന് കാണിക്കണ്ടേ, അതിന്റെ സംഭവം. വർഷത്തിലൊരിക്കൽ ലൈവ് ഇടുന്നത്, ലൈവ് ഇട്ടപ്പോഴാണല്ലോ വാറുമില്ലല്ലോ. കഴിഞ്ഞ വട്ടം സ്ഥിരം പരിപാടിയാ. എല്ലായിടത്തും വാറ കളിച്ചിട്ട് ഈസിയുടെ കൂടെ വാറ കളിച്ചിട്ട് അവന്മാരെ വണ്ടി എടുത്ത് ചെക്കിങ് ആയിരുന്നു പരിപാടി. എന്തെങ്കിലും കാരണം പറഞ്ഞ്, മനസ്സിലായി? ഇവന്മാർക്ക് ഓരോരുത്തരെ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഓട്ടിച്ച് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അഡ്മിന്റെ കാലും കൈയും പിടിച്ച് കരഞ്ഞ് അവരെ വണ്ടി മാറ്റിച്ച് അവര് മറ്റേ കോമൺ വണ്ടിയിട്ട് കളിക്കുന്നതാണ് ഇവന്മാരെ പരിപാടി. നമ്മളെ സീന് അന്ന് വണ്ടി എടുത്ത് മാറ്റിയതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഈസി ആയിട്ട് ഇവന്മാരെ അടിയായി. അന്നും ഈസിയുടെ വണ്ടി സ്പീഡ് പറ്റിയതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഇരുന്ന് കരച്ചിലായിരുന്നു ഇതന്നെ ഇവന്മാരെ പരിപാടി. അന്ന് എന്തോ ആരെ ജയിച്ചാന്തോ എനിക്കറിയത്തില്ല. വണ്ടിയുടെ പേരിൽ കരച്ചിലുണ്ടെന്ന് അവന്മാരാ പറഞ്ഞത്. ഇവന് ഈ ആളില്ലാത്ത കാരണം പറയാൻ പൊട്ടന്മാരാണ് അറിയാൻ. അല്ല നമ്മള് സിറ്റുവേഷൻ എടുക്കാൻ സമയത്ത് ആളില്ലായിരുന്നല്ലോ, ഇത്രയും പേര് കെയർ ചെയ്യില്ല. ഗാങ്ങിലുള്ളവർ തന്നെ തൊട്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഇത്രയും പേര് കെയർ ചെയ്തത്. തോറ്റിട്ട് പോലും ഇത് അടിക്കാനൊന്നുമല്ലല്ലോ. കണ്ടികളാണ് വെറും കണ്ടികൾ. ഇനീഷ്യലി കിട്ടിയില്ലേ? കാല് പിടിക്കും, ഇന്നൊരു ദിവസത്തേക്ക് വണ്ടി തരും 50,000.
ആ നമ്മളെ ഡ്രോപ്പ് ചെയ്യാന്ന് വന്ന പാടെ. ഇത് അത് മാത്രം, ഇത് ആളിന്റെ ഞാൻ പറയട്ടെ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറെ റേഡിയോ പറയട്ടെ റേഡിയോ പോയില്ലേ ഞാൻ. റേഡിയോ വേറെ പോയ ടൈമില് അവന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് വാറ് വിളിക്കാന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വരെ വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാതിരി ഊപ്പിക്കണം. ഞാൻ അത് പറയാൻ മറന്നു. എനിക്കാന്ന് നമ്മളെ ഇതിന്റെ ഇടയ്ക്ക് റേഡിയോ കണക്ട് ചെയ്ത് സംസാരിക്കാൻ നോക്കിയായിരുന്നു. മറ്റേ ഒരു കൺഫ്യൂഷൻ വന്നപ്പോ പോസ്റ്റേജിന്റെ കാര്യത്തില്. അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ നിങ്ങക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് പ്രീവാറ് വാറ് എന്താണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മീറ്റിംഗ് വന്നു കഴിയുമ്പോൾ നമുക്ക് വാറ് പ്രീവാർ എന്താന്ന് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് അടിക്കാൻ. എന്റെ അടുത്ത് ലിൽ ഗഡോ എന്തോ അങ്ങനെ എന്തോ ഒരു പേരുള്ള അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വണ്ടി റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ ബ്രോ. ബ്രോ അവര് നമ്മടുത്ത് വന്നിട്ട് ബ്രോ അവർക്ക് ഇന്ന് വണ്ടിയില്ല നാളെ അടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് മാറ്റി വെച്ച് തന്നെ ബ്രോ. നമുക്ക് സീനില്ല. അടിക്കാൻ പറ്റൂല. അവര് സോറി ഇടുന്നു. അവര് പറഞ്ഞിട്ടാണ് നമ്മള് മീറ്റിംഗ് അവര് വാറ അടിക്കാന്ന് പറഞ്ഞു. 24 hours വാറ് കളിക്കാൻ അവർക്ക് ഓക്കെ ആണെന്നാണ് അവർ പറയുന്നത്. 24 hours അവരുടെ സമയത്തിന് നമ്മള് മാറ്റണ്ടേ. ഇതിപ്പോ ഉണ്ടായ സിറ്റുവേഷൻ അല്ലേ. നമ്മളെന്താ റിജക്ട് ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. ആളെ വിളിച്ചാ ഇപ്പൊ വാറടിക്കാൻ പറ്റത്തില്ല. അവരടുത്ത് സോറി ഇട്ടിട്ട് പോകാൻ പറ. നമ്മള് പിന്നെ അടിച്ചതിന് ഒരു കാര്യം. നമ്മളിപ്പോ സംസാരിച്ചപ്പോ മനസ്സിലായി. നമുക്ക് കുഴപ്പമില്ല. ഇന്ന് അടിക്കുന്നില്ല അവർക്ക് പിന്നെ അടിച്ചാൽ മതി. നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സോറി ഇടണം. അത് പറ. അത് ഒന്നും പറ്റൂല. എല്ലാം അവരുടെ താളത്തിൽ തുള്ളാൻ ഒന്നല്ല. ഇപ്പൊ അവരുടെ അടുത്ത് വാറടിക്കാൻ അല്ലേ. അവര് നമ്മള് റേഡിയോ കണക്ട് ചെയ്തപ്പോ അവര് പറഞ്ഞ വണ്ടി ഇല്ലാന്ന് അല്ലെങ്കിൽ നാളെ അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരത്തില്ല. മീറ്റിങ്ങിന് വിളിച്ച് വരുത്തിയിട്ട് വാറടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് കഴിഞ്ഞതാ ഫ്ലഫി. ഹലോ, നമുക്ക് ഫെയർ പ്ലേ ആയിട്ട് നമുക്ക് പോവാം. വേണേ വണ്ടി മാറ്റാം. നമ്മുടെ നമുക്ക് ഇത് തന്നെ എടുക്കാം. അങ്ങനെയാണ് അവര് കളിക്കും. ഞാൻ സംസാരിക്കും. ഞാൻ കളിക്കൊന്നുമില്ല. ഞാൻ കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമ്മള് പറഞ്ഞോ കളിച്ചാൽ ഓക്കെ ആണോ? ഇല്ല ബ്രോ, നമ്മുടെ പ്ലേയേഴ്സ് ഇല്ല. നിനക്ക് മനസ്സിലായില്ല. ആ റെക്കോർഡ് വെച്ച് ഒന്ന് നിർത്ത്. നമ്മൾ കൊണക്കാൻ വന്നതല്ല, മനസ്സിലായോ? ഇല്ല ഞാൻ അഡ്മിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? പ്ലേയേഴ്സ് ഇല്ലാത്തോണ്ടല്ലേ വണ്ടി അഡ്മിനായി മണ്ടനല്ലേ? ഇല്ല ബ്രോ, ഈ ഇനീഷ്യൽ സിറ്റുവേഷനിൽ 20 പേരുടെ കൗണ്ടി വന്നിട്ട് വാറടിക്കാൻ 15 പേര്. നിങ്ങളുടെ ടീമിലല്ലേ ജൂഡ്? അല്ല സോറി, ജൂൺ അങ്ങനെ പറഞ്ഞോ ബ്രോ? ഇല്ല, ഞാൻ ഇപ്പോഴത്തെ കേസാണ് പറഞ്ഞ ബ്രോ. പുള്ളി അവിടെ മറ്റേ നമ്മുടെ എന്താ പറയുക സ്ക്രാപ്പ് യാർഡിന്റെ അവിടെ ഇരുന്ന് അതാണ് പറഞ്ഞത്. വണ്ടിയുടെ റീസൺ ആണെന്ന് പറഞ്ഞു. അല്ല, ലിൽന്ന് വെച്ച് ഉള്ള ഒരു പേരുള്ള ഒരു പുള്ളിയുണ്ട്. ലിൽ ജി വെച്ച് തുടങ്ങുന്നുണ്ടോ? എനിക്ക് ഫുൾ നെയിം കറക്റ്റ് ഓർമ്മ. ആ പുള്ളി ഞാൻ റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി കണക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് മീറ്റിംഗ് വിളിച്ചിട്ട് വാറോ പ്രീവാറോ എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഇതായിട്ടുള്ളത് കളിക്കാന്ന് തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ടാണ് ബ്രോ മീറ്റ്. അതും നിങ്ങൾ കുറെ ഡിലേ അടിപ്പിക്കുകയും ചെയ്തു. സത്യം പറയാൻ ഇപ്പോഴത്തെ കേസ് എന്ന് പറയുന്നത് ബ്രോ, ഞാൻ പറയണേക്ക് ഇതാവണല്ല. ഇപ്പോഴത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേയേഴ്സ് കുറവായതുകൊണ്ടാണ് നമ്മള്. എനിക്കറിയാം, ഇത്രയും കാലമായിട്ട് കളിക്കാൻ തുടങ്ങിയ നമ്മളെ ഈ പ്ലേയേഴ്സ് ഇല്ലാത്ത കേസ് പറയുമ്പോ നമുക്കറിയാം എന്താ കാരണം. നമ്മൾ ഇന്നല്ലല്ലോ ഇത് കളിക്കാൻ തുടങ്ങി. പ്ലേയേഴ്സ് ഇല്ലാത്ത റീസൺ ഒക്കെ നമുക്കറിയാം എന്താ. എല്ലാം ബ്രോ പറയുന്നത് എങ്ങനെ ബ്രോ നമ്മൾ നോക്കിക്കോളാം. എന്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളിച്ചാൽ അല്ല, നിങ്ങൾ പറയണ്ടേ ആ ടൈമില്? അല്ല, ഞാൻ നിങ്ങളൊന്നും മിണ്ടാണ്ട് ഇതെന്താ? പോകാൻ പറ്റത്തില്ല.
എടാ നമ്മൾ ഇത്രയും ഫെയർ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് ലാസ്റ്റ്. വെയിറ്റ് നിങ്ങൾ ഓൾറെഡി 2 ഡിമാൻഡ് വെച്ചല്ലോ. ആ 2 ഡിമാൻഡിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം. നടന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അത് ഞങ്ങൾ സർവർ സൈഡിൽ നിന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്തായിരിക്കും എടുക്കാൻ പോണ ഇത്? കഴിഞ്ഞ തവണ 15 മിനിറ്റ് ടൈമർ വെച്ചിട്ട് റിജക്ട് ആക്കി തരുന്നമാരാണ്. എന്നിട്ട് നമ്മൾ ഇത്രയും താന്ന് പറഞ്ഞു. ചോദിക്കട്ടാ, അല്ല അത് കഴിഞ്ഞ് നിങ്ങൾ അഡ്മിൻ സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇൻ കേസ് നമ്മള് ഒരു രീതിക്കും അടുക്കുന്നില്ല, നമ്മൾ ഇനി അങ്ങനെ നിക്കത്തുള്ളൂ. ഏത് ഗ്യാങ് വന്നാൽ നമ്മള് നേരെ നിൽക്കുന്നതിന് പരിചയമില്ല. പറഞ്ഞോ കഴിഞ്ഞ വട്ടം എന്തൊക്കെയായിരുന്നു? ടൈമർ, കരച്ചില്, വണ്ടി, സ്പീഡ്. മീറ്റിങ്ങിന് വന്ന പയ്യൻ പറയുന്ന ആളില്ലെന്ന്, അഡ്മിനെ വിളിച്ച് വേറെ അണ്ണനെ പിക്കി, അണ്ണനെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി അണ്ണനെ പിക്കി. അടിച്ച് 2 വട്ടം എണ്ണ എടുത്ത് ഇവന്മാരെ ഗ്യാങ് മറ്റേ ടോപ്പിൽ നിർത്താനുള്ള പരിപാടിയാണ്. എടാ അതാണ് ഇവന്മാരെ കഴിഞ്ഞ വട്ടം പ്രീവാർ കളിച്ചപ്പോ മനസ്സിലായി. പ്രീവാർ കളിച്ച് വണ്ടി എന്തോ സ്പീഡിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് കോമൺ വണ്ടി കളിക്കണം. ഈ സെർവറിൽ ആദ്യമായിട്ട് കോമൺ വണ്ടി നമ്മൾ കളിക്കണം. എന്നിട്ട് നമ്മൾ ചെന്ന് കളിക്കും. ആ രീതിക്ക് പോട്ടെ. അതും പഴയ ഹാൻഡിങ് അല്ല, പുതിയ മറ്റേ തെറിച്ച് ഇതായി പോകുന്ന ആ ടൈമിൽ നിന്നിട്ട് നമ്മള് ടയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞോട്ടെ. എങ്ങനെയാണോ നമ്മള് വണ്ടി ഇടിച്ച് മറ്റേ നേരെ മറ്റേ വെള്ളത്തിൽ പോയി പ്രോപ്പർ ആയിട്ട് ഒരു കളി കൂടി ഇല്ലാതെ നമ്മൾ കളിച്ച് തോറ്റത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞ വണ്ടി കാരണോ നമ്മള് തോറ്റത് എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എടാ ഇത് മീറ്റിങ്ങിന് വന്നമാര് പറയുന്ന ആളില്ലെന്ന്, ലീഡർ എന്നിട്ട് അഡ്മിനെ വിളിച്ച് കരഞ്ഞ്. ഇങ്ങനെയാണ് വണ്ടി എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് പ്ലാറ്റ്സ് കേട്ട എല്ലാം കണ്ടോണ്ട്